പുസ്തകം 52-ാം അധ്യായം. പതിനൊന്ന് മുതൽ. പോകുവിൻ പോകുവിൻ, അവിടെ നിന്ന് കടന്നു പോകുവിൻ. അശുദ്ധ വസ്തുക്കളെ സ്പർശിക്കരുത്. കർത്താവിന്റെ പാത്രവാഹകരെ, നിങ്ങൾ അവളിൽ നിന്ന് ഓടിയകലുവിൻ. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. 12 വായിച്ചോ. നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട. കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും. ഇസ്രായേലിന്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ്, പോകുവിൻ പോകുവിൻ, അവിടെ നിന്ന് കടന്നു പോകുവിൻ. എവിടെ നിന്ന് കടന്നു പോകും? പ്രിയപ്പെട്ടവരെ, ഈ വചനം ഇസ്രായേൽ ജനം ബാബിലോണിയൻ അടിമത്തത്തിലായിരുന്നപ്പോൾ ബാബിലോണിലെ അടിമത്തത്തിന്റെ നാട്ടിൽ നിന്ന് തിരിച്ച് ഇസ്രായേൽ ദേശത്തേക്ക് ജനത്തെ ദൈവം കൂട്ടിക്കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള ഒരു വചനഭാഗമാണ്. എന്നിട്ട് പറയുകയാണ്, പോകുവിൻ. എവിടെ നിന്ന്? ഈ അടിമത്വത്തിന്റെ നാട്ടിൽ നിന്ന് നിങ്ങൾ പോകുവിൻ. വീണ്ടും പറയാണ്, നിക്കല്ലേ, പോ. ആളുകൾക്ക് കുറച്ചു നാളൊക്കെ അടിമത്വത്തിന്റെ നാട്ടിൽ കഴിഞ്ഞപ്പോൾ അവര് വിചാരിച്ചു, ഇനിയിപ്പോ ഇവിടെ തന്നെ അങ്ങ് കൂടിക്കളയാം. ഇനി ജെറൂസലേമിലേക്കോ ദൈവാരാധനയിലേക്കോ ദൈവത്തിന്റെ ആ വാഗ്ദാന നാട്ടിലേക്കോ തിരിച്ചു പോകേണ്ടതില്ല. ഞങ്ങൾ ഇവിടെ വന്നിട്ട് 19 കൊല്ലമായി. ഇനിയിപ്പോ ഇവിടെ തന്നെ കൂടിക്കൊള്ളാം. ഇനി ഇവിടെ നിന്ന് തിരിച്ച് 13,000 കിലോമീറ്റർ യാത്ര ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പറയുന്നത് ആരെ കൊണ്ട് പറ്റും എന്ന് വിചാരിച്ചിരിക്കുന്ന ജനത്തോട് പറയുകയാണ്, നിങ്ങൾ പോകുവിൻ. എന്നിട്ട് പറയുകയാണ്, അശുദ്ധ വസ്തുക്കളെ സ്പർശിക്കരുത്. നിങ്ങൾ ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ തിന്മയായിട്ടുള്ളതിനെ തൊടാൻ നിൽക്കരുത്. അതിനെ നിങ്ങൾ കൊണ്ടുപോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ പാത്രവാഹകരെ, നിങ്ങൾ അവളിൽ നിന്ന് ഓടിയകലുവിൻ. കർത്താവിന്റെ പാത്രവാഹകരെന്ന് പറഞ്ഞാൽ പുരോഹിതരെ എന്ന് അതിനർത്ഥമുണ്ട്, വിശുദ്ധ ജനമേ എന്നതിന് അർത്ഥമുണ്ട്. നിങ്ങൾ തിന്മയെ സ്പർശിക്കരുത്, അതാണ് അതിന്റെ അർത്ഥം. എന്നിട്ട് 12, നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട. എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ തിടുക്കം കൂട്ടുന്നത്? നമ്മൾ തിടുക്കം കൂട്ടുന്നതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പൊ ബസ് വിട്ടുപോകുമെന്ന് കരുതുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ഓടും, തിടുക്കം കൂട്ടും, ഇല്ലേ? ഇപ്പൊ നമ്മള് ചെല്ലണതിന് മുമ്പ് ആ വണ്ടി വിട്ടുപോകും, അല്ലെങ്കിൽ കടുത്തുകടവാണെങ്കിൽ ആ വഞ്ചി വിട്ടുപോകും എന്ന് കരുതുമ്പോ നമ്മൾ എന്ത് ചെയ്യും? തിടുക്കം കൂട്ടും. അല്ലെങ്കിൽ അവിടെ എല്ലാവർക്കും, ഇപ്പൊ കാരാപറമ്പില് എല്ലാവർക്കും 500 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. അന്തോണീസ് പുണ്യവാളന്റെ കപ്പേളക്ക് മുമ്പിൽ 500 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് അത് മേടിക്കാൻ പോകുമ്പോ നമുക്ക് എന്തുണ്ടാവും? ഒരു നമ്മൾ പതുക്കെ പാട്ടും പാടി പോവോ? അത് തീർന്നു പോകുന്നതിന് മുമ്പ് ഓടണം. ഹല്ലേലൂയ. അല്ലെ, ഇന്ന് ആദ്യം ചെല്ലുന്ന 50 പേർക്ക് കഞ്ഞിപ്പുരയിൽ ബിരിയാണിയാണ്, ബാക്കിയുള്ളവർക്ക് കഞ്ഞിയാണെന്ന് പറയുമ്പോ ചില പിള്ളേർ എന്ത് ചെയ്യും? തിടുക്കം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുകയാണ്, നിങ്ങൾ തിടുക്കം കൂട്ടണ്ട. എന്താണ്? നിങ്ങൾക്കുള്ളത് കർത്താവ് നിങ്ങൾക്ക് തന്നെ തരും. അത് വേറെ ആരും കൊണ്ടുപോവുകയില്ല. കൈയടിച്ച് കർത്താവിന് നന്ദി പറ. അപ്പോൾ നിങ്ങൾക്കുള്ളത് വേറെ ആരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തിടുക്കം കൂട്ടണ്ട. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിട്ടുള്ള പിള്ളേർക്ക് തിടുക്കമാണ്, റിസൾട്ട് വേഗം.
12ാം ക്ലാസ് വേഗം വന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാണ്? നിങ്ങൾ തിടുക്കം കൂട്ടണ്ട. രണ്ടാമതായി പറയുകയാണ്, നിങ്ങൾ ഓടുകയും വേണ്ട. എന്തിനു വേണ്ടി? എന്തുകൊണ്ടാണെന്നറിയാവോ ഓടുന്നത്? തിടുക്കം കൂട്ടുന്നത് ഒരു കാര്യം കൊണ്ടാണ്, നമ്മൾ തീർന്നു പോകുന്ന വിചാരിച്ചിട്ടാണ്. ഓടുന്നത് വേറൊരു കാരണമുണ്ട്. എന്താണ്? പിറകെ ആരോ നമ്മെ പിടിക്കാൻ വരുന്നുണ്ട് എന്ന് തോന്നുമ്പോ നമ്മൾ എന്ത് ചെയ്യും? പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പഴയ ഒരു സിനിമയിൽ ഇന്നസെന്റ് പറഞ്ഞു പോ എന്ന് പറഞ്ഞ് ഓടുന്നത് പോലെ നമ്മൾ ഓടും. കാരണം നമുക്ക് പേടിയാണ്, നമ്മുടെ പിറകെ ആരോ നമ്മളെ പിടിക്കാൻ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓടും. കർത്താവ് പറയാണ്, നിന്നെ പിടിക്കാൻ ഒരു ഭൂതവും വരികയില്ല. ഈ ഭൂതത്തിന്റെ സിനിമയൊക്കെ കണ്ടിട്ടേ രാത്രി പിള്ളേര് കടന്ന് പെടപെടപ്പ. ഒരു കൊച്ചച്ഛനോട് പറഞ്ഞു, അച്ഛ ഈ എന്താണ് പുതിയ സിനിമയുടെ ഒരു പേരുണ്ടല്ലോ, അവര് ആളുകള് ഇങ്ങനെ അവര് കുടുംബക്കാരൊക്കെ വീട്ടിലിരുന്നുകൊണ്ട് ചർച്ച ചെയ്യാണ് സിനിമക്ക്, ഈസ്റ്റർ കഴിയുമ്പോ സിനിമക്ക്. അപ്പൊ കൊച്ച് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു പറയാണ്, എമ്പുരാനാണെങ്കിൽ ഞാൻ വരൂല. അപ്പൊ അച്ഛനത് കേട്ടു. അപ്പൊ അച്ഛൻ വിചാരിച്ചേ, അച്ഛൻ അപ്പൊ ഇതിനകത്ത് എല്ലാവരും പറയുന്നുണ്ടല്ലോ ഇത് കാണാൻ കൊള്ളൂല്ല, അത് കാണരുതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എമ്പുരാനും ലൂസിഫറും ആണെങ്കിൽ ഞാൻ വരൂല്ല എന്ന് പറയാണ്. അപ്പൊ അച്ഛന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ കൊച്ചുങ്ങൾക്കെങ്കിലും ഒരു ബോധമുണ്ടല്ലോ, മുതിർന്നവർക്കില്ലെങ്കിലും കൊച്ചുങ്ങൾക്കെങ്കിലും ഒരു ബോധമുണ്ടല്ലോ, കാണാൻ പാടില്ലാത്തത് കാണാൻ പോകരുത്. അപ്പൊ അച്ഛന് താല്പര്യം തോന്നി. മോനെ, അപ്പൊ അച്ഛൻ വിളിച്ചവനെ, നീ എന്താടാ ലൂസിഫറും എമ്പുരാനും കാണാൻ പോകില്ല എന്ന് തീരുമാനിച്ചതിന്റെ കാരണം എന്താണ്? അവൻ പറഞ്ഞു, അത് രണ്ട് ഞാൻ കണ്ടതാണ്. ഹല്ലേലൂയ. ഈ കൊച്ചിനെ പറഞ്ഞിട്ട് എന്ത് കാര്യ? കൊച്ചിനെ, ഈ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെയും കൊണ്ട് ഈ സിനിമക്ക് പോയ കാരണന്മാരെ പറഞ്ഞാ മതി. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നീ തിടുക്കം കൂട്ടണ്ട, നീ ഓടുകയും വേണ്ട. നിന്റെ പിറകെ കർത്താവുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 4 വർഷമായി മക്കളില്ലാതിരുന്ന ഒരു കുടുംബത്തിന് സന്താന സൗഭാഗ്യം ലഭിച്ചതിന്റെ ഒരു മനോഹരമായ സാക്ഷ്യം നമുക്ക് കേൾക്കാം. എൻ്റെ പേര് ലിറ്റി. ഞങ്ങൾ അങ്കമാലിയിൽ നിന്ന് വരുന്നു. എൻ്റെ വീട് ഇവിടെ അടുത്താണ്. ഞങ്ങളിങ്ങനെ ഫാമിലി പ്ലാനിങ്ങിലിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് അച്ഛനെ കാണാനും പ്രാർത്ഥിക്കാനും ഒരു അവസരം കിട്ടിയത്. ആ സമയത്ത് അച്ഛൻ പറഞ്ഞ അടുത്ത വർഷം ഈ സമയത്ത് ഒരു കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വരാൻ ഭാഗ്യം കിട്ടട്ടെ, പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അതിന്റെ നെക്സ്റ്റ് ഡേയില് കാർഡ് ടെസ്റ്റ് ചെയ്തപ്പോ പോസിറ്റീവ് ആയിരുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. പക്ഷെ ഞങ്ങളത് അത്രത്തോളം അങ്ങോട്ട് ഇത് ചെയ്തില്ല. പിന്നെ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോ ബ്ലഡ് ടെസ്റ്റില് പോസിറ്റീവ് ആയിരുന്നു. ആ ടൈമില് അച്ഛൻ പറഞ്ഞു, എൻ്റെ ഒരു ബ്രദറിന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ അത്രയും പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ 3 മാസം പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ എൻ്റെ ബ്രദറിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. 10 ദിവസം കഴിഞ്ഞ് അവൻ പോയി. അത് കഴിഞ്ഞപ്പോ ആ ഒരു 3 മാസത്തെ ആ ഒരു പ്രഗ്നൻസി പീരീഡും എല്ലാം കൂടെ ആയി കഴിഞ്ഞപ്പോ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരാൻ ഞങ്ങൾ കുറച്ച് താമസിച്ചു. എന്തായാലും ഈശോയുടെ പ്ലാൻ അതായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. അവനാണ് ഏറ്റവും കൂടുതൽ വാവയെ കാണണമെന്ന് ആഗ്രഹിച്ച ആള്. പക്ഷെ അവന് കാണാൻ പറ്റിയില്ല. അവന്റെ ബർത്ത് ഡേറ്റ് ആയിരുന്നു ഞങ്ങൾക്ക് ഫസ്റ്റ് ഇവളുടെ ഡേറ്റ് കിട്ടിയത്. ഇവളുടെ ബർത്ത് ഡേറ്റും അവന്റെ ബർത്ത് ഡേറ്റും സെയിം ആയിരുന്നു ഫസ്റ്റ് സ്കാനിങ്ങില്. കർത്താവ് അങ്ങനെ കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഇവിടെ വന്നതിന്റെ പിറ്റേ ദിവസം കിറ്റിൽ ടെസ്റ്റ് ചെയ്തപ്പോ പോസിറ്റീവ്. ഒരാഴ്ച നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല, ഇത് വെറുതെ ആയിരിക്കും തോന്നി. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ വന്നു. പ്രിയപ്പെട്ടവരെ, അടുത്ത വർഷം ഈ സമയത്ത് നിങ്ങളുടെ കയ്യിലൊരു കുഞ്ഞുണ്ടാകട്ടെ എന്ന് അബ്രാഹാമിനെ കർത്താവ് അനുഗ്രഹിച്ചതുപോലെ കർത്താവ് ഈ ദമ്പതികളെയും കർത്താവ് അനുഗ്രഹിച്ചു. അടുത്ത വർഷം ആ സമയത്ത് ഒരു കുഞ്ഞിനെയുമായി കർത്താവിന് നന്ദി പറയാൻ കർത്താവ് കുടുംബത്തിന് കൃപ കൊടുത്തതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ
അത്ഭുതങ്ങളും അടയാളങ്ങൾ യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലു. ഉണരാം ഉണരാം ഉണരാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്റെ ആരാണ്? കാവൽക്കാരനാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണ്ട? ഓടണ്ട. ഈ രണ്ട് ഗുണങ്ങളും നമുക്കുണ്ട്. എന്താണ്? ഒന്ന് ഓട്ടം, രണ്ട് തിടുക്കം. തിടുക്കം എന്തിനു വേണ്ടിയാണ്? തീർന്നു പോകും എന്ന് വിചാരിച്ചിട്ടുള്ള തിടുക്കം. എന്തോ ഓട്ടം എന്തുകൊണ്ടാണ്? എന്തോ നമ്മളെ പിടിക്കാൻ വരുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ഓട്ടം. അത് ഭയം മൂലമുള്ള, ആകുലത മൂലമുള്ള തിടുക്കവും ഭയം മൂലമുള്ള ഓട്ടവും. ഹല്ലേലൂയ. അപ്പോൾ അതിന് ഒരു പരിഹാരമായിട്ട് ദൈവം പറയുകയാണ്, നീ തിടുക്കം കൂട്ടണ്ട. കാരണം എന്താണ്? നിന്റെ മുൻപിൽ ഞാനുണ്ട്. ഇല്ലേ? മുമ്പിൽ കർത്താവ് ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി സീറ്റ് പിടിക്കാൻ ആര് പോയിട്ടുണ്ട്? കർത്താവ് ഈശോ മിശിഹ പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓടണോ? നമ്മൾ തിടുക്കം കൂട്ടണോ? വേണ്ട. നമ്മൾ എന്ത് ചെയ്താ മതി? സമയമാവുമ്പോ അവിടെ എത്തിയാ മതി. സീറ്റ് ആര് പിടിച്ചിട്ടുണ്ട്? കർത്താവ് എവിടെ സീറ്റ് പിടിച്ചിട്ടുണ്ടെന്ന്? തിയേറ്ററിലോ? കർത്താവ് എവിടെയാണ് സീറ്റ് പിടിച്ചിട്ടുള്ളത്? സ്വർഗത്തിൽ സീറ്റ് പിടിച്ചിട്ടുണ്ട്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നിനക്ക് വേണ്ടി സ്വർഗത്തിൽ സീറ്റ് പിടിച്ചിട്ടുള്ളത് കൊണ്ട് നീ വെപ്രാളം കാണിക്കണം. ഹല്ലേലൂയ. ഇനി അപ്പോൾ മുൻപിൽ ആരുണ്ട്? ഈശോയുണ്ട്. പിറകിൽ ആരുണ്ട്? ഈശോയുണ്ട്. കർത്താവ് വീരയോദ്ധാവിനെ പോലെ നിനക്ക് കാവൽ നിൽക്കുന്നുണ്ട്. സെബാസ്റ്റ്യൻ പ്രസംഗം പറഞ്ഞപ്പോ പറഞ്ഞില്ലേ, നീ എന്ത് ചെയ്യണ്ട? ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട. ഭയപ്പെടേണ്ട എന്ന് പറയുന്നത് നീ അതുകൊണ്ട് ആരെയും പേടിച്ച് ഓടണ്ട. ഹല്ലേലൂയ. അപ്പോൾ അതിനെക്കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പാടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ മുൻപിൽ മലനിരകൾ ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ ആ മലനിരകളെ ആര് നിരപ്പാക്കും? മുൻപേ പോകുന്ന ഈശോ മലനിരകളെ നിരപ്പാക്കും. അതുകൊണ്ട് നീ എന്ത് ചെയ്യണ്ട? തിടുക്കം കൂട്ടണ്ട. ഹല്ലേലൂയ. നമ്മുടെ മുൻപിൽ പിച്ചള വാതിലുകൾ അടഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അത് ആര് തകർക്കും? മുൻപേ പോകുന്ന ഈശോ തകർക്കും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചില വാതിലുകൾ അടഞ്ഞു കിടക്കുന്നുണ്ട്. എന്താണ് പിച്ചള വാതിലിന്റെ പ്രത്യേകത? പിച്ചള വാതിൽ നമ്മൾ സാധാരണ അത് അടഞ്ഞു കിടക്കുകയാണെങ്കിൽ സാധാരണക്കാരൻ വിചാരിച്ചാൽ അത് തുറക്കാൻ പറ്റില്ല. മരമാണെങ്കിൽ എങ്ങനെയെങ്കിലും കുത്തി പൊളിക്കാം എന്ന് വിചാരിക്കാം. പിച്ചളയാണെങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കും. വെട്ടിപ്പൊളിക്കാനൊന്നും പറ്റില്ല. പക്ഷെ മനുഷ്യനെ വെട്ടിപ്പൊളിക്കാൻ പറ്റാത്തത് ആര് കുരിശുകൊണ്ട് നിനക്ക് വേണ്ടി കുത്തി തുറക്കും? ഈശോ തുറക്കും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. മനുഷ്യന് തുറക്കാൻ പറ്റാത്ത ആ പിച്ചള വാതിൽ ഏതാണ് പ്രിയപ്പെട്ടവരെ? അത് സ്വർഗത്തിന്റെ വാതിലാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അത് ഈ ഈശോയെ അടക്കം ചെയ്ത കുഴിമാടത്തിന്റെ മുൻപിൽ ഉരുട്ടിവെച്ച കല്ല് പോലെയാണ്. ഈ കല്ല് എന്ന് പറയുന്നത് ഒരു 15-20 പേര്, അത് സാധാരണ ചേച്ചിമാരൊന്നുമല്ല, ഒരു 15-20 പേര് നല്ല സിക്സ് ഉള്ള അല്ലേ, 15-20 പേര് മല്ലന്മാരായിട്ടുള്ളവര് ശക്തിയായിട്ട് തള്ളിയാൽ മാത്രം അനക്കാൻ പറ്റുന്ന തരത്തിലുള്ള കല്ലാണ് കുഴിമാടത്തിന്റെ മുമ്പിൽ ഉരുട്ടിവെക്കുന്ന കല്ല്. അങ്ങനെയുള്ള കല്ല് നിന്റെ മുൻപേ പോയി ആര് ഉരുട്ടി മാറ്റും?
ഈശോ തന്റെ ഉയർപ്പിലൂടെ അങ്ങനെയുള്ളൊരു കല്ല് നിനക്ക് വേണ്ടി ഉരുട്ടി മാറ്റിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ കുഴിമാടത്തിന്റെ മുൻപിൽ നിന്ന് ആ കല്ല് ഉരുട്ടി മാറ്റിയതുപോലെ ഇതാ സ്വർഗത്തിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കിയതിന് ശേഷം ദൈവം ഒരു വാതിലടച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലേ? ദൈവം ഒരു വാതിലടച്ചു. ആ വാതിലാണ് ഈശോയുടെ പുനരുദ്ധാനത്തിലൂടെ മനുഷ്യന് മുൻപിൽ തുറക്കപ്പെട്ടത്. ഈശോയുടെ കുഴിമാടത്തിന്റെ മുൻപിൽ നിന്ന് കല്ലുരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നത് ഒരു പ്രതീകമാണ്. സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടതിന്റെ പ്രതീകമാണ് ഈശോയുടെ കുഴിമാടത്തിന്റെ തുറന്നു കിടക്കുന്ന കുഴിമാടം എന്ന് പറയുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, 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 ഈശോയേ. അപ്പോൾ സ്ത്രീകൾ ഇനി ഭയപ്പെടേണ്ട. ആര് നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുമെന്ന് ഉള്ള ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഈശോ എന്നാണ്. ആര് സ്വർഗത്തിന്റെ വാതിൽ നമുക്ക് വേണ്ടി തുറന്നു തരും എന്ന മനുഷ്യന്റെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഈശോ എന്നാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, 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 ഈശോയേ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അവൻ മലനിരകൾ നിരത്തും. അവൻ നിരത്തുന്ന മലനിരകൾ ഏത് നിരകളാണ്? അത് പാപത്തിന്റെ മലനിരകളാണ്. അത് അഹങ്കാരത്തിന്റെ മലനിരകളാണ്. അത് അസൂയയുടെയും അശുദ്ധിയുടെയും തിന്മകളുടെ മലനിരകളാണ്. ഈ മലനിരകൾ പിശാചിന്റെ കൊമ്പിന്റെ മലനിരകൾ അവൻ കുരിശു മരണം വഴി നിരത്തിയത് നമ്മൾ കണ്ടില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നിനക്ക് മുൻപേ പോയി മലനിരകൾ നിരത്തും. ഈ മലനിരകൾ ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം? നിനക്ക് ആ യാത്ര സുഗമമായിരിക്കുകയില്ല. അല്ലേ? നമ്മുടെ ഇപ്പോ റോഡുകളൊക്കെ റെഡിയാക്കുമ്പോ നമ്മൾ കാണുന്നില്ലേ, പൊന്തി നിൽക്കുന്ന സ്ഥലമൊക്കെ പറ്റാവുന്നത്രയും താഴ്ത്തി അവര് പൊന്തി ആ പൊക്കമൊക്കെ കുറച്ചു കൊണ്ടുവരുന്നത് യാത്ര എളുപ്പമാക്കാനാണ്. ഈശോ തന്റെ പീഡാസഹനത്തിലൂടെ ആ കുരിശുവൻ പിടിച്ചുകൊണ്ടുള്ള യാത്ര, പ്രിയപ്പെട്ടവരെ, ഒരു പാത നിരപ്പാക്കലിന്റെ യാത്രയായിരുന്നു. ഈശോ കയ്യിൽ പിടിച്ചത് ഒരു പൽചക്രം പോലെ, അല്ലെങ്കിൽ ഈശോ കയ്യിൽ പിടിച്ചത് എന്താണ്? ഒരു JCB. എന്തിനു വേണ്ടി? പാപത്തിന്റെ മലനിരകൾ നിരപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരായുധമായിരുന്നു കുരിശ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ പാപത്തിന്റെ മലനിരകൾ നിരപ്പാക്കപ്പെട്ട് നിന്റെ മുൻപിൽ ഇപ്പോൾ ഒരു പുണ്യത്തിന്റെ, സുഹൃതത്തിന്റെ സുഗമമായൊരു പാത, ഒരു ദേശീയ പാത നിന്റെ മുൻപിൽ ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. കുരിശിന്റെ വഴി എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് ദൈവമൊരുക്കിയ ഒരു ദേശീയ പാതയാണ്. ഈശോ തന്റെ പീഡാസഹനത്തിലൂടെ ഈശോ നമുക്ക് വേണ്ടി മലനിരകൾ നിരപ്പാക്കിയിരിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അപ്പോൾ മലനിരകൾ അവൻ നിരത്തും. അവൻ പിച്ചളവാതിലുകൾ തകർക്കും, ഇരുമ്പോടാമ്പലുകൾ ഒടിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് പ്രിയപ്പെട്ടവരെ വീണ്ടും ഇരുമ്പോടാമ്പലിന്റെ പ്രസക്തി എന്ന് പറയുന്നത്? ഇല്ലേ, നമ്മൾ വെറുതെ കയറിട്ട് കെട്ടിയ പോലെ അല്ലല്ലോ, മണിച്ചിത്ര താഴിട്ട് കൂട്ടി ഇരുമ്പോടാമ്പലുകളാണ്. ഹല്ലേലൂയ. വെറുതെ കത്തിവെച്ച് മുറിക്കാൻ പറ്റുന്നതല്ല ഇരുമ്പോടാമ്പൽ. ആണോ? നമ്മുടെ കൈവച്ച് ഒടിക്കാൻ പറ്റുന്നതാണോ? അല്ല. തീയിട്ടാലും അത് അങ്ങനെ തന്നെ നടക്കും, അല്ലേ? അപ്പോൾ ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുന്നവനാരാണ്? ഈശോയാണ്. ഈ ഇരുമ്പോടാമ്പൽ എന്തിന്റെ പ്രതീകമാണ്? പാപത്തിന്റെ ചങ്ങലയുടെ പ്രതീകമാണ് ഇരുമ്പോടാമ്പൽ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
മനുഷ്യന് അവന്റെ സ്വന്തം കഴിവ് കൊണ്ട് പാപത്തെ തോൽപ്പിക്കാൻ, മരണത്തെ തോൽപ്പിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് കർത്താവ് തന്നെ മരണമേറ്റെടുക്കുകയും ഈശോ മരണത്തിന്റെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു. മരണത്തിന്റെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടപ്പോ ഇപ്പൊ മരണത്തിന്റെ ചങ്ങല ആരുടെ മേലാണുള്ളത്? ഈശോയുടെ മേലാണുള്ളത്. ഈശോ കൈവിരിച്ചു കഴിഞ്ഞപ്പോ എന്തു പറ്റി? ആ മരണത്തിന്റെ ചങ്ങല പൊട്ടിപ്പോയി. ഇനി ആ ചങ്ങല വെച്ച് ആരെയെങ്കിലും ബന്ധിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു മനുഷ്യനെയും ഇനി ആ ചങ്ങല വെച്ച് ബന്ധിക്കാൻ പറ്റുകയില്ല. കാരണം ആ മരണത്തിന്റെ ചങ്ങല അവൻ പൊട്ടിച്ചെറിഞ്ഞിരിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ, ഈശോയേ. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞെ, നീ നിന്റെ ആത്മീയ ജീവിതത്തിൽ, നിന്റെ സ്വർഗത്തിലേക്കുള്ള ജീവിതത്തിൽ, നിന്റെ പുണ്യത്തിലേക്കുള്ള യാത്രയിൽ നിനക്ക് ഇടർച്ചയുണ്ടായിട്ടുണ്ടെങ്കിലും, നിനക്ക് പരാജയമുണ്ടായിട്ടുണ്ടെങ്കിലും, നിനക്ക് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും, നീ ഇത്രയും നാൾ ബാബിലോണിന്റെ അടിമത്തത്തിലായിരുന്നുവെങ്കിലും നീ മടങ്ങിപ്പോകുമ്പോൾ നീ തിടുക്കം കൂട്ടണ്ട, നീ പേടിച്ചോടണ്ട, നീ സമാധാനത്തിൽ യാത്ര ചെയ്താൽ മതി. കർത്താവ് നിനക്ക് മുൻപേ പോയി ഇതാ മലനിരകൾ നിരത്തിയിരിക്കുന്നു, പിച്ചളവാതിലുകൾ തകർത്തിരിക്കുന്നു, ഇരുമ്പോടാമ്പലുകൾ ഒടിച്ചിരിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. യെശയ്യായുടെ പ്രവചനത്തിൽ നിരത്തും എന്ന്, അത് ഫ്യൂച്ചർ ടെൻസ് ആണ്. അവൻ നിനക്ക് മുൻപേ പോയി മലനിരകൾ നിരത്തും, ഇരുമ്പോടാമ്പലുകൾ ഒടിക്കും, പിച്ചളവാതിലുകൾ തകർക്കും, തുറക്കും. അത് ഫ്യൂച്ചർ ടെൻസിലാണെങ്കിൽ നമ്മൾ ഇപ്പോൾ പറയുന്നത് ഈശോ ഇതാ മലനിരകൾ നിരത്തിയിരിക്കുന്നു. This has been already done, accomplished. അത് പൂർത്തീകരിച്ചിരിക്കുന്നു. ആ പിച്ചളവാതിലുകൾ, പാപം മൂലം അടഞ്ഞുപോയ വാതിലുകൾ ഈശോ തന്റെ എളിമയിലൂടെ, അനുസരണയിലൂടെ, പിതാവിന്റെ ഹിതം നിറവേറ്റുന്നതിലൂടെ തുറന്നിരിക്കുന്നു. ഈശോ സ്വയം മരണം വരിച്ചുകൊണ്ട് മരണത്തിന്റെ ചങ്ങല, ആ ഇരുമ്പോടാമ്പല് ഇതാ ഒടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അതാണ് പ്രിയപ്പെട്ടവരെ, അതാണ് ഈ പുനരുദ്ധാനത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത്. അച്ഛൻ ഇപ്പോൾ വീട്ടിൽ പോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. എന്തുകൊണ്ടാണ്? വീട്ടിൽ പോകാൻ വിചാരിച്ചിട്ടല്ല, പോകുന്ന വഴി കുറെ റെഡിയായിട്ട്. കാർ ഓടിച്ചാണ് പോകുന്നെങ്കിൽ 120, 100, 120 പോകാം. വഴി പണി ഏകദേശം കുറെ ദൂരം പണി കഴിഞ്ഞു കിടക്കുന്നു എന്നോർക്കുന്നത്, ഒരു പകുതി ദൂരത്തിന്റെ പണി കഴിഞ്ഞത് എന്നത് തന്നെ ഓർക്കുമ്പോ എന്താണ്? സന്തോഷമാണ്. അപ്പോൾ മുഴുവൻ ദൂരവും, ഭവനത്തിലേക്കുള്ള വഴിയുടെ പണി മുഴുവൻ ദൂരവും കഴിഞ്ഞ് ഇവിടെ നിന്ന് വണ്ടി എടുത്താൽ 120, 150 ക്യാമറ വെക്കുന്നത് വരെ നമുക്ക് പോകാമെന്ന ഒരു ചിന്ത തന്നെ എന്താണ്? സന്തോഷം തരുന്ന ചിന്തയാണ്, അല്ലേ? സുഗമമായി യാത്ര ചെയ്യാമെന്ന ചിന്ത തന്നെ നമുക്ക് സന്തോഷം തരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ സ്വർഗമെന്ന ഭവനത്തിലേക്കുള്ള യാത്ര സുഗമമായി നടത്താൻ വേണ്ടതെല്ലാം കർത്താവിതാ ഒരുക്കിയിരിക്കുന്നു എന്ന ചിന്ത നമുക്ക് തരുന്നത് വലിയൊരു പുനരുദ്ധാനത്തിന്റെ സന്തോഷമാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ആ സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ ഉയർപ്പിന്റെ സന്തോഷം എന്ന് പറയുന്നത്. ഈശോ ഉയർത്തെഴുന്നേറ്റതുപോലെ ഞാനും ഉയർത്തെഴുന്നേൽക്കും എന്ന സന്തോഷം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അച്ഛൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആ സന്തോഷമുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എന്റെ ഭർത്താവ് ഈസ്റ്ററിന്റെ അന്ന് കിടന്നതാണ്,
ഇന്ന് വരെ എഴുന്നേറ്റിട്ടില്ല. 3-ാം ദിവസമായി. 3-ാം ദിവസവും 4-ാം ദിവസവുമായി ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ഈസ്റ്ററിന്റെ അന്ന് കിടന്നതാണ്. പ്രിയപ്പെട്ടവരെ, നിന്റെ ഉയർപ്പിന്റെ സന്തോഷം എന്ന് പറയുന്നത് നീ കഴിച്ച ഭക്ഷണത്തിന്റെ സന്തോഷമല്ല, നീ നടത്തിയ മറ്റേതെങ്കിലുമൊക്കെ ആഘോഷത്തിന്റെ സന്തോഷമല്ല. ഉയർപ്പിന്റെ സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കിടക്കുന്നു, അത് തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന സന്തോഷമാണ്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ, ഈശോയേ. അച്ഛൻ അതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഈ സന്തോഷം നിന്റെ ഹൃദയത്തിലുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ മുഖത്തത് കാണുന്നില്ലല്ലോ. നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെട്ട് കിടക്കുന്നു എന്ന സന്തോഷമുള്ളവരൊക്കെ ഒന്ന് കൈവക്കി. 2 കൈയും ശിരസിന് മുകളിൽ പോകും. ഒന്ന് കൈയടിച്ച് അടുത്തിരിക്കുന്നവർക്ക് സന്തോഷം ഉണ്ടാകുന്ന നോക്കി നിങ്ങളുടെ സന്തോഷം ഒന്ന് കാണിച്ചു കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ചിലര് സങ്കടപ്പെട്ടിരിക്കുന്നത് സ്വർഗം തുറക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പാപ്പ മരിച്ചു പോയല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെട്ടു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തിരിച്ചു വരാം. അപ്പോൾ അതുകൊണ്ട് വചനം പറയുകയാണ്, കർത്താവ് നിന്റെ കാവൽക്കാരൻ. എന്നിട്ട് പറയുകയാണ്, സമുദ്രം നിന്നെ മുക്കുകയില്ല. യെശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം 2-ാമത്തെ തിരുവചനം നമുക്ക് വായിക്കാം. യെശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം 2-ാമത്തെ തിരുവചനം. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കടന്നു പോകുന്ന സമുദ്രം ഏതാണ്? നമ്മൾ സ്വർഗോ അല്ല. നമ്മൾ കടന്നു പോകുന്ന സമുദ്രം എന്ന് പറയുന്നത് ഈ ജീവിത സാഗരമാണ്. ഈ ജീവിത സാഗരത്തിൽ നമുക്ക് ഒരു അപകടം സംഭവിക്കാം. എപ്പോഴെങ്കിലും കടലിലൂടെ യാത്ര ചെയ്തിട്ടുള്ളവരൊന്ന് കരമുയർത്താവോ? കടലിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് കുറച്ചു പേരുണ്ട്. കടല് പോട്ടെ, പുഴയിലൂടെ എങ്കിലും ഒന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശരി. ഹല്ലേലൂയ. ഇനി പുഴയും കടലും പോട്ടെ, കൈത്തോടെങ്കിലും ഉണ്ടെങ്കിൽ അതിലെങ്കിലും. അപ്പോൾ ഈ കടലിലൂടെയോ പുഴയിലൂടെയോ കൈത്തോടിലൂടെയോ അല്ലെ, കുറച്ചു പേര് മണല് വാരാനെങ്കിലും കൈത്തോട്ടിൽ ഇറങ്ങിയിട്ടുള്ളവരുണ്ട് അല്ലേ? അപ്പോൾ അതിൽ ഒരു അപകടം എന്താണുള്ളത്? മുങ്ങിപ്പോകാൻ അപകടമുണ്ട്. അതുപോലെ ജീവിതം എന്ന് പറയുന്ന ഈ ജീവിത സാഗരത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കർത്താവ് പറയുകയാണ്, ഒരു കാറ്റും ഒരു കോളും എത്ര വലിയ തിര ഉയർന്നാലും നീ മുങ്ങിപ്പോകാൻ. ഈ ജീവിത സാഗരത്തിൽ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അപകടങ്ങൾ? രോഗം ഒരപകടമാണ്, ഒരു ദുരിതം, ഒരു പ്രകൃതി ദുരന്തം, ഒരു യുദ്ധം അപകടങ്ങളാണ്. ഒരു യുദ്ധം വന്നു, അപകടങ്ങളാണ്. നമ്മൾ ഇന്നലെ വളരെ സങ്കടത്തോടുകൂടെ വായിച്ച ഒരു വാർത്തയാണ്. ഇന്നലെ പ്രഭാതത്തിൽ 26 പേര് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ജീവിത സാഗരത്തിൽ യാത്ര ചെയ്യുന്ന നമുക്ക് പ്രിയപ്പെട്ടവരെ, 1500ഓളം പേര് ടൂറിസ്റ്റുകളായിട്ട് ഉണ്ടായിരുന്ന ഒരു ടൂറിസ്റ്റ് കാശ്മീരിന്റെ ഒരു താഴ്വരയിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരു ഉല്ലാസത്തിന് വേണ്ടി പോയതാണ്. മനോഹരമായ താഴ്വരയാണ്. ഹോഴ്സ് റൈഡിംഗ് ഒക്കെയുള്ള അതിസുന്ദരമായ കാശ്മീരിന്റെ അതിസുന്ദരമായ ആ താഴ്വരയിൽ ഒന്ന് വിശ്രമിക്കാൻ, ഒന്ന് ഉല്ലസിക്കാൻ വേണ്ടി, ജീവിതം ഒന്നൊരൽപ്പസമയം ആസ്വദിക്കാൻ വേണ്ടി പോയ 26 സഹോദരങ്ങൾ. അതിൽ വിവാഹം കഴിഞ്ഞ് 6 ദിവസം മാത്രമായിട്ടുള്ള ഒരു കുടുംബവും, ഒരു ഭാര്യയും ഭർത്താവും. ജീവിത സാഗരത്തിൽ ഇതാ നനച്ചിരിക്കാതെ ചില പ്രതിസന്ധികൾ ഉണ്ടാകുന്നു, കാറ്റുണ്ടാകുന്നു, കോളുണ്ടാകുന്നു. 6-ാം ദിവസം, കല്യാണം കഴിഞ്ഞ് 6-ാം ദിവസം കൺമുൻപിൽ വെച്ച് ഭർത്താവിനെ ഭീകരന്മാർ വെടിവെച്ചു കൊല്ലുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ വേദന.
പ്രിയപ്പെട്ടവരെ, അവൾ ഈ ജീവിത സാഗരത്തിൽ ഇനി എങ്ങനെ മുങ്ങിപ്പോകാതെ പിടിച്ചു നിൽക്കും? ഓരോ ദിവസവും എത്രയോ കഴിഞ്ഞ് ഇന്നലെയാണ് ഒരു കുടുംബം വന്നിട്ട് പറഞ്ഞത്, അച്ഛാ ഞങ്ങളുടെ അമ്മ 50 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു അമ്മ നമ്മുടെ ഈ അടുത്ത പ്രദേശത്ത് ഓട്ടോറിക്ഷയിൽ പോവുകയായിരുന്നു. 4 സഹോദരിമാരും ഒരു ചെറിയ കുഞ്ഞും. ഓട്ടോറിക്ഷ മറിഞ്ഞു, ഞങ്ങളുടെ അമ്മ മരിച്ചു. മറ്റു 3 പേർ ഗുരുതരാവസ്ഥയിലാണ്. ഏപ്രിൽ മാസം 8-ാം തീയതി നടന്ന അപകടമാണ്. പ്രിയപ്പെട്ടവരെ, ഈ തന്റെ ഭാര്യ ആ കാലത്തിൽ നോക്കി നിൽക്കെ ഒരു കല്യാണത്തിന് എന്തോ ഒരു പരിപാടിക്ക് പോയതാണ്, ഒരു പരിപാടിക്ക് വേണ്ടി പോയതാണ്. നല്ല ആരോഗ്യത്തോടുകൂടെ ഓട്ടോയിൽ കയറി വീട് വിട്ടുപോയ അമ്മയുടെ മൃതശരീരമാണ്, ഭാര്യയുടെ മൃതശരീരമാണ് ഇതാ തിരിച്ച് ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വരുന്നത്. ജീവിത സാഗരത്തിൽ മുങ്ങിപ്പോകാൻ എത്രയോ കാരണങ്ങൾ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ജീവിത സാഗരത്തിൽ നിനക്ക് എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും നീ മുങ്ങിപ്പോകാതെ, നീ നശിച്ചു പോകാതെ, ലോകമെന്ന ശത്രുവോ ശരീരമെന്ന ശത്രുവോ പിശാചെന്ന ശത്രുവോ നിന്നെ കീഴ്പ്പെടുത്താതെ നിന്നെ ഞാൻ താങ്ങി നിർത്തുമെന്ന് വാഗ്ദാനം ചെയ്യുന്നവൻ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നീ തിടുക്കം കൂട്ടണ്ട, നീ ഓടുകയും വേണ്ട. ഹല്ലേലൂയ. അതാണ് യെശയ്യാ 43:2 ഒരിക്കൽ കൂടെ വായിക്കാം. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അച്ഛന്റെ ചെറിയ പ്രായത്തിൽ, അച്ഛൻ ഒരു 3 വയസ്സുള്ള സമയത്ത്, അത്യാവശ്യം നടന്നു തുടങ്ങിയിട്ടുള്ള സമയത്ത് അച്ഛനും ഫ്രാൻസിനച്ഛനും കൂടെ ഞങ്ങളുടെ പറമ്പിൽ തന്നെയുള്ള ഒരു തോടിന്റെ അരികത്തുകൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അച്ഛൻ കാൽ വഴുതി ഈ ചെറിയ പുഴയിൽ നിന്ന് വെള്ളം കയറി വരുന്ന ഒരു ചെറിയ കൈത്തോട്, അവിടെ വീട്ടിലെ വഞ്ചി കിടക്കുന്നുണ്ട്. ആ കാല് സ്ലിപ്പായി വെള്ളത്തിലേക്ക് പോയി. 3-4 വയസ്സ് പ്രായം. അപ്പോൾ വെള്ളത്തിലേക്ക് പോയപ്പോൾ വെള്ളത്തിൽ കിടന്ന് ഈ വഞ്ചിയുടെ അടിയിൽ കിടന്ന് ഇങ്ങനെ കയ്യും കാലും ഇട്ടടിക്കുകയാണ്. വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ കയ്യും കാലും ഇട്ടടിക്കാൻ വേണ്ടി നീന്തൽ പഠിക്കണമെന്നൊന്നുമില്ല. അങ്ങനെ കയ്യും കാലും ഇട്ടടിക്കണം കണ്ടു കഴിഞ്ഞപ്പോ ഫ്രാൻസിനച്ഛൻ വിചാരിച്ചു റാപ്സൻ നീന്തൽ പഠിച്ചാണ്. അപ്പൊ ചേട്ടൻ വിളിച്ചു പറഞ്ഞു, അമ്മച്ചി റാപ്സൻ നീന്തുന്നു. ഭാഗ്യത്തിന് ചേട്ടൻ അന്ന് സ്വരം ഇത്തിരി കുറവായിരുന്നുകൊണ്ട് ആരും കേട്ടില്ല. ഈ വെള്ളത്തിൽ ഈ വഞ്ചിയുടെ അടിയിൽ കിടന്ന് ഇങ്ങനെ കയ്യും കാലും ഇട്ടടിക്കുന്ന സ്വരം കേട്ടപ്പോ അപ്പുറത്ത് ചൂണ്ടയിട്ടുകൊണ്ടിരുന്ന ചേട്ടൻ വിചാരിച്ചു ഈ തോട്ടിൽ ഏതോ കാളാഞ്ചി വലിയ മീൻ കയറിയിട്ടുണ്ടെന്ന് വിചാരിച്ചു ഓടി വന്നു. അങ്ങനെ ഓടി വന്നപ്പോ കൊച്ച് കാളാഞ്ചി അല്ല, കയ്യും കാലും തലയും കണ്ണും മൂക്കൊക്കെ ഉള്ളൊരു മീനാണ്. അപ്പൊ ഈ ചേട്ടൻ ചാടി ഇറങ്ങി, തൊട്ടപ്പുറത്തെ വീട്ടിലെ ജോസു ചേട്ടൻ ചാടി ഇറങ്ങി പൊക്കിയെടുത്തു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നദികൾ കടക്കുമ്പോൾ നീ മുങ്ങിപ്പോകാതെ, നിന്റെ ജീവന് അപകടമുണ്ടാകാതെ ആര് താങ്ങും? ഈശോ താങ്ങിക്കൊള്ളും. ഇത് ഒരു അനുഭവം, ഇതുപോലെ എത്രയോ അനുഭവങ്ങളാണ്. ഓരോ മനുഷ്യനും നിങ്ങളൊന്ന് മിഴിപൂട്ടി ഒന്ന് ഭൂതകാലത്തിലേക്ക് ചിന്തിച്ചാൽ, ഞാൻ അപകടത്തിൽപ്പെട്ട് മരിച്ചു പോയേക്കാമായിരുന്ന, എത്രയോ മുങ്ങിപ്പോയേക്കാമായിരുന്ന എത്രയോ സാഹചര്യങ്ങളിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ നിന്റെ കർത്താവ് നിന്നെ പൊക്കിയെടുത്തിട്ടുള്ളത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. അപ്പോൾ നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. ഈ ഈസ്റ്റർ കാലത്തിൽ, ഈസ്റ്ററിന്റെ ഈ അഷ്ടദിനങ്ങളിൽ കർത്താവ് നമുക്ക് തരുന്ന ഈസ്റ്റർ സന്ദേശം ഇതാണ്: നീ നദി കടക്കുമ്പോൾ, നീ നിന്റെ സഹന സാഗരം നീന്തിക്കടക്കുമ്പോൾ
നീ നിന്റെ ദുഃഖ ദുരിതങ്ങളുടെ നദി കുറുകെ കടക്കുമ്പോൾ കുഞ്ഞെ നീ മുങ്ങിപ്പോവുകയില്ല. ശരിയാണ്, നീ വെള്ളത്തിൽ വീണു എന്നുള്ളത് ശരിയാണ്, നീ ഒരു അപകടത്തിൽ പെട്ടു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആ അപകടം നിന്റെ അവസാനമായിരിക്കുകയില്ല എന്ന്. ചില അപകടത്തിൽ പെട്ട് കഴിയുമ്പോ, ചില പ്രയാസങ്ങൾ ഉണ്ടായി കഴിയുമ്പോ ചില ആളുകൾ പറയും, ഇതെന്റെ അവസാനമാണ്, ഞാൻ തീർന്നു, ഞാൻ ഇനി ഇല്ല, എനിക്കിനി ഒന്നുമില്ല, ഞാൻ തീർന്നു, ഞാൻ ചത്തേ എന്ന് പറയുന്ന ആളുകളുണ്ട് ഈ ലോകത്തിൽ. അങ്ങനെ ചാവാതെ തന്നെ ചത്തതുപോലെ ജീവിക്കുന്ന മനുഷ്യർ, അല്ലെങ്കിൽ ഈ പ്രയാസത്തിൽ എനിക്കിനി ഈ നദിയിൽ നിന്ന് കരകയറാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നവർ. ഈസ്റ്ററിന്റെ അന്നും കുറച്ചുപേർ ആത്മഹത്യ ചെയ്തു. പ്രത്യാശ നഷ്ടപ്പെട്ടവരോട് കർത്താവ് പറയുകയാണ്, നീ ഇപ്പോൾ വീണ് കിടക്കുന്ന ആ നദി, കുഞ്ഞെ, ആ നദി നിന്നെ മുക്കിക്കളയുകയില്ല. ആ അപകടം നിന്റെ അവസാനമല്ല, ഒരു കോവിഡും നിന്റെ അവസാനമല്ലെന്ന്. അല്ലേ, കോവിഡ് വന്നപ്പോ ചില ആളുകൾ പറഞ്ഞില്ലേ, കോവിഡ് വന്നപ്പോ ഒരു രാജ്യത്തിലെ, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ജർമ്മനിയിലെ ഫിനാൻസ് മിനിസ്റ്റർ, ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും സാമ്പത്തിക മേഖലയിൽ സ്റ്റെബിലിറ്റിയുള്ള ഒരു രാജ്യത്തിലെ ഫിനാൻസ് മിനിസ്റ്റർ ആത്മഹത്യ ചെയ്യുകയാണ്. എന്ത് പറഞ്ഞുകൊണ്ട്? ഞങ്ങളുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഇതാ മായി അവസാനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. കോവിഡിന്റെ ആരംഭഘട്ടത്തിൽ സംഭവിച്ചൊരു അപകടമാണ്. കോവിഡ് മൂലം എല്ലാം അവസാനിച്ചോ? ഇല്ല. നമുക്ക് കുറച്ചു നാൾ കഴിയും, കോവിഡ് വന്നിട്ട് ഒരു ചുക്കും നടന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നദികൾ നിന്നെ മുക്കിക്കളയുകയില്ല എന്നത് നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ എഴുതി വെക്കേണ്ട ഒരു പ്രത്യാശയുടെ മന്ത്രമാണ്. ഭർത്താവിന് മദ്യപാനമാണ്, ഞാൻ ഇനി ജീവിക്കുന്നില്ല എന്നൊരു സഹോദരി തീരുമാനിച്ചിട്ട് 2 വയസ്സുള്ള കുഞ്ഞിനും അവൾക്കും വേണ്ടി, 2 വയസ്സും 4 വയസ്സുമുള്ള 2 കുഞ്ഞുങ്ങളും അവൾക്കും വേണ്ടി വിഷം പാത്രത്തിൽ, ഭക്ഷണത്തിൽ കലക്കി വെച്ചിട്ട് അവരത് കഴിച്ചു. പ്രിയപ്പെട്ടവരെ, ആരൊക്കെയോ അറിഞ്ഞ് പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയത് കൊണ്ട് 3 പേരും രക്ഷപ്പെട്ടു. ഇപ്പോ 4 വയസ്സുള്ള കുഞ്ഞിന് 6 വയസ്സായി, 2 വയസ്സുണ്ടായിരുന്ന കുഞ്ഞിന് 4 വയസ്സായി. ഇപ്പോഴും ആ 6 വയസ്സുള്ള കുഞ്ഞ് അമ്മ വിളമ്പി കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അമ്മയെ ഒന്നറിയാതെ നോക്കിപ്പോകും. അമ്മേ, ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ടോ എന്ന് അമ്മയോടുള്ളൊരു ചോദ്യമാണ് ആ നോട്ടത്തിലുള്ളത്. അമ്മ ആ നോട്ടം കാണാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം മാറി നിൽക്കും. പിടിച്ചു നിൽക്കാൻ പറ്റാതായപ്പോ അമ്മ അത് പങ്കുവെക്കുക. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത്, നദികൾ നിന്നെ മുക്കിക്കളയുമെന്ന് നീ ഭയപ്പെടേണ്ടതില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ പ്രഭാതത്തിലെ ഭയത്തെ കുറിച്ചുള്ള പ്രഭാഷണം കേൾക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അത് യൂട്യൂബിലുണ്ട്. നിങ്ങൾ കേൾക്കുന്ന സഭാസനച്ചന്റെ ഭയത്തെ കുറിച്ചുള്ള ആ പഠനം കേൾക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ട് നീ ഭയപ്പെടരുത് എന്ന് ഈ കൃത്യമായി പറയുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് അച്ഛൻ പറഞ്ഞത്, നദികൾ നിന്നെ മുക്കിക്കളയുകയില്ല. എന്നിട്ട് പറയാണ്, അടുത്തത് വായിച്ചേ, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ശരിയാണ്, നീ ഇന്ന് നടക്കുന്നത് അഗ്നിയിലൂടെയാണെന്നേ. നിന്റെ കുടുംബത്തിൽ നീ നടക്കുന്നത് മഞ്ഞുകട്ടയുടെ മുകളിലൂടെ അല്ല.
നിന്റെ വീട്ടിൽ നീ കിടക്കുന്നത് ഒരു AC ഇട്ട മുറിയിൽ കിടക്കുന്നത് പോലെയല്ല. നീ കിടക്കുന്നത് ഒരു തീച്ചൂളയിൽ കിടക്കുന്നത് പോലെയാണ് നിന്റെ ജീവിതം. നിന്റെ ആത്മീക ജീവിതമായിക്കൊള്ളട്ടെ, നിന്റെ ഭൗതിക ജീവിതമായിക്കൊള്ളട്ടെ, ഒരു തീച്ചൂളയിൽ കിടക്കുന്നത് പോലെയാണ്. അല്ലേ? ആ തീച്ചൂള വലിയ തീച്ചൂള ആയതുകൊണ്ടാണ് ആ വിലയിലെ ചൂട് ഒരു പ്രശ്നമല്ലാത്തത്. ഹല്ലേലൂയ. ചൂടിത്തിരി കുറഞ്ഞിട്ടുണ്ട്. Praise the Lord. എത്ര ചൂടുണ്ടെങ്കിലും നമ്മൾ കർത്താവിന്റെ തിരുസന്നിധിയിൽ വന്നിരിക്കുന്നത് അതിലും വലിയ ചൂട് നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. പക്ഷെ കർത്താവ് ആ ചൂടിനെ നോക്കി പറയുകയാണ്, അഗ്നിജ്വാലകൾ നിന്നെ ദഹിപ്പിച്ചു കളയുകയില്ല. ഇന്നൊരു സഹോദരി വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എന്റെ അനിയത്തിയുടെ ഭർത്താവ് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ലിവറിന് ക്യാൻസർ ആണോ എന്ന് സംശയിച്ചുകൊണ്ട് ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സർജറി ചെയ്ത് ബയോപ്സിക്ക് അയക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കുത്തിയെടുത്ത് അത് ബയോപ്സിക്ക് അയക്കാൻ പറ്റുമോ എന്നറിയില്ല. എന്ത് ട്രീറ്റ്മെന്റ് ചെയ്യുമെന്ന് പോലും അറിയാത്ത വിധത്തിൽ ഒരു രോഗപീഠയിലൂടെ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒരു അഗ്നിജ്വാല തന്നെയാണ്. നീ അഗ്നിയിലൂടെ നടക്കുമ്പോ ഒരു കുടുംബം മുഴുവൻ ഒരു അഗ്നിയിലൂടെ നടക്കുകയാണ്. മകൻ ആദ്യം മദ്യപിക്കാൻ തുടങ്ങി, പിന്നെ കഞ്ചാവ് ഉപയോഗിക്കാൻ തുടങ്ങി, പിന്നെ കഞ്ചാവ് വിറ്റ് കാശ് മേടിക്കാൻ തുടങ്ങി. കഞ്ചാവ് വിറ്റ കാശ് കൊണ്ടാവും ബൈക്ക് മേടിച്ച് ഇപ്പോ നാട്ടില് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആ മകനെയും വഹിച്ചുകൊണ്ട് ആ മകന് ചോറ് വിളമ്പി കൊടുക്കേണ്ടി വരുന്നൊരമ്മ, എപ്പോ വേണമെങ്കിലും അവനെ അന്വേഷിച്ച് പോലീസുകാർ വരാം. അമ്മ പറഞ്ഞു, അച്ഛ, ഇന്നലെ 2 പോലീസുകാര് അവനെ അന്വേഷിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അവരെന്താ പറഞ്ഞത്? നിങ്ങളുടെ മകനെ കുറിച്ച് ഞങ്ങൾക്ക് ചില സംശയങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് അവര് തിരിച്ചുപോയി. ഇത്രേ ഉള്ളൂ. ആ പോലീസുകാർ വീണ്ടും എപ്പോൾ വേണമെങ്കിലും വരികയും ഈ അമ്മയുടെ മുമ്പിൽ ഇരുന്ന് അവൻ ചോറ് തിന്നുകൊണ്ടിരിക്കുമ്പോ അവനെ പൊക്കിയെടുത്തു കൊണ്ടുപോവുകയും ചെയ്യാം. അതുകൊണ്ട് അമ്മ ഈ മകന് ചോറ് വിളമ്പിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ജനലിന്റെ പഴുതിലൂടെ പുറത്തേക്ക് നോക്കുന്നുണ്ട്, വണ്ടി വരുന്നുണ്ടോ. രാത്രി കിടക്കുമ്പോ അമ്മക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, വണ്ടി വരുന്നുണ്ടോ. അമ്മ ഇങ്ങനെ കാതുറപ്പിച്ചിട്ട് കിടക്കാണ്. പ്രിയപ്പെട്ടവരെ, നീ അഗ്നിയിലൂടെ കടന്നു പോവുകയാണ്. നീ അഗ്നിയിലൂടെ കടന്നു പോകുമ്പോ നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ഹല്ലേലൂയ. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. കാരണം കർത്താവ് നിന്റെ മുൻപേ പോകുന്നുണ്ട്. കർത്താവ് നിനക്ക് കാവൽ നിൽക്കുന്നുണ്ട്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. കുരിശ് മരണം ഒരഗ്നിജ്വാലയായിരുന്നു. പീഡാസഹനം ഒരഗ്നിജ്വാലയായിരുന്നു, ഒരു തീച്ചൂളയായിരുന്നു. ആ തീച്ചൂളയിൽ പൊള്ളലേൽക്കാതെ ഇതാ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നത് നീ കാണുന്നില്ലേ? കുഴിമാടം ഒരു അഗ്നിജ്വാലയായിരുന്നു. നമ്മൾ മരിച്ചിട്ട് 3-ാം ദിവസം ആകുമ്പോ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ജീർണിപ്പിക്കാൻ സാധ്യതയുള്ള ആ കുഴിമാടം ഈശോയെ ജീർണിപ്പിക്കുകയല്ല ചെയ്തത്, ഈശോയെ പ്രകാശിപ്പിക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട കുഞ്ഞെ, നീ ഈശോയോടുകൂടെ മരിച്ചാൽ, എന്താണ് ഈശോയോടുകൂടെ മരിക്കുക എന്നതിനെ കുറിച്ച് ഈശോ തന്നെ ഒരു വൈദികനെ വെളിപ്പെടുത്തി കൊടുത്തത് അച്ഛൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ. ഈശോയോടുകൂടെ മരിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയോടൊപ്പം ആരാധനയിലായിരിക്കുക എന്നാണ് അർത്ഥമെന്ന് വിശദീകരിച്ചത്. ആരാധിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈശോയുടെ അടുക്കലേക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ലോകത്തിന് മരിച്ചവരായി മാറുകയാണ്. അല്ലേ?
ഈ ലോകത്തിൽ ഈ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാമായിരുന്നു. ഫോൺ നോക്കിക്കൊണ്ടിരിക്കാമായിരുന്നു, ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കാമായിരുന്നു. പള്ളിയിൽ വന്നിരുന്നിട്ടും ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ടാകാം, അത് വേറെ കാര്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കൊച്ചുങ്ങൾ വിചാരിക്കുന്ന അച്ഛൻ എന്നെ കാണുന്നുണ്ടോ എന്നൊക്കെയാണ്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ എവിടെ ഇരുന്നാലും, ആ റബ്ബർ തോട്ടത്തിൽ ഇരുന്നാലും കാണാൻ അച്ഛന് ലോങ് സൈറ്റാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ പ്രചാരത്തേക്ക് മാറ്റി വെക്കും. അച്ഛൻ പറയുന്ന കേക്ക്. കർത്താവ് നിങ്ങളെ കാണുന്നുണ്ടെന്ന് വിചാരിക്കും. അപ്പോ യെസ്, തിരിച്ചു വരും. നമ്മൾ പറഞ്ഞു വരുന്നത് കർത്താവ് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലോകത്തിന് മരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങൾ, ചില അലച്ചിലുകൾ, ചില സന്തോഷങ്ങൾ മാറ്റിവെച്ചിട്ട് ഈശോയെ കണ്ടുകൊണ്ടിരിക്കാമെന്ന്, ഈശോയെ കേട്ടുകൊണ്ടിരിക്കാമെന്ന്, ഈശോയെ ആരാധിച്ചുകൊണ്ടിരിക്കാമെന്ന് നാം തീരുമാനിക്കുമ്പോൾ നിങ്ങൾ ഈശോയോടുകൂടെ, ഈശോയോടൊപ്പം മരിച്ചവരാണ്. ലോകത്തിന് മരിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കാം. എന്നിട്ട് ഈശോ പറയുകയാണ്, നീ അഗ്നിയിലൂടെ നടന്നാൽ നിനക്ക് പൊള്ളലേൽക്കുകയില്ല. കാരണം കർത്താവ് നിന്റെ കാവൽക്കാരനാണ്, കർത്താവ് നിന്റെ വഴികാട്ടിയാണ്. നീ തിടുക്കം കൂട്ടണ്ട, നീ ഓടുകയും വേണ്ട. നമ്മൾ തിടുക്കം കൂട്ടുന്നത് കൊണ്ടാണ് പല സ്ഥലങ്ങളിലും ചെന്ന് നമ്മൾ തലകുത്തി വീഴുന്നത്. വാഹനാപകടം ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്? തിടുക്കമാണ്. ജീവിതത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്നതിന്റെ, നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിന്റെ. അച്ഛൻ ഇന്നലെ ഒരു ഉടമ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ നാളെ തന്നെ കാശ് കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എത്ര കൊടുക്കണം? 1.5 ലക്ഷം. നാളെ തന്നെ കൊടുത്തില്ലെങ്കിൽ പിന്നെ ആ വിസയുടെ ചാൻസ് ഉണ്ടാവില്ല. അപ്പൊ നാളെ തന്നെ കൊടുക്കണം അച്ഛൻ. ഇന്ന് രാത്രി ഇപ്പൊ തന്നെ സന്ദേശം പറയണം. അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, സന്ദേശം പറയാൻ ഇപ്പൊ സമയമില്ല. പിന്നെ ഓടി വന്നിരിക്കുന്നവർക്ക് വേണ്ടി സന്ദേശം ഇവിടെ എടുത്തു വെച്ചിരിക്കാൻ. ഹല്ലേലൂയ. നിങ്ങൾ ആദ്യം ഒരു കാര്യം തീരുമാനിക്കും, നാളെ എന്തായാലും പൈസ കൊടുക്കുന്നില്ല എന്ന് തീരുമാനിക്കും. എന്നിട്ട് ലോകം അവസാനിക്കുകയാണെങ്കിൽ അവസാനിക്കട്ടെ, ഇല്ലേ? പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബം കല്യാണം കഴിഞ്ഞ് 2.5 കൊല്ലമായിട്ടുള്ളൂ. IVF ചെയ്തിട്ട് ഇത്രയും നാളായിട്ടുള്ളൂ. അപ്പൊ ഡോക്ടർമാര് നിർബന്ധിച്ചു. ഭയങ്കര തിടുക്കമാണ് ഡോക്ടർമാർക്ക്. എന്താണ് തിടുക്കം? ഇവർക്ക് കുട്ടി ഉണ്ടാവണതിനുള്ള തിടുക്കമൊന്നുമല്ല. ഇവരിനി വേറെ എവിടെയെങ്കിലും ട്രീറ്റ്മെന്റിന് പോയി ഈ കാശ് ഞങ്ങൾക്ക് കിട്ടുകയില്ലല്ലോ എന്നോർത്തിട്ടുള്ള തിടുക്കമാണ്. ഒരു ഡൗട്ടും വേണ്ട, അല്ലേ? അപ്പൊ ഓപ്പറേഷൻ ചെയ്യിപ്പിക്കാൻ ഇന്ന് തന്നെ പറ്റുകയാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്തോ എന്ന് പറയാണ്. ഇന്ന് തന്നെ കാലത്ത് വന്നിട്ടുള്ളൂ, ഉച്ചക്ക് തന്നെ റെഡിയാക്കി തരാം. എന്താണ് പേടി? ഇനി ഇവർ ഈ ആശുപത്രിയിൽ നിന്ന് പോയി വേറെ എന്തെങ്കിലും കൺസൾട്ട് ചെയ്ത് വേറെ എവിടെയെങ്കിലും പോയി ട്രീറ്റ്മെന്റിന് പോയി ആ കാശ് നമുക്ക് കിട്ടൂല്ലല്ലോ എന്നോർത്തിട്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ തിടുക്കം. അല്ലാതെ നിങ്ങളോടുള്ള ഒരു സ്നേഹം കൊണ്ടുള്ള തിടുക്കമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മിക്കവാറും അച്ഛൻ ഒരു 90% കാര്യം പറയാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവര് IVF ചെയ്തിരിക്കുകയാണ്, തിടുക്കം കൂട്ടുകയാണ്. ഞങ്ങൾക്ക് അപ്പൊ അച്ഛൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് കുറവ്? AMH കുറവുണ്ടോ? അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കൗണ്ട് കുറവുണ്ടോ? ഇല്ല, അതും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട് 6 മാസം ആയില്ലേ, ഇനിയിപ്പോ നിങ്ങൾ വെച്ച് താമസിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് തിടുക്കം കൂട്ടിപ്പിച്ച് ചെയ്യിപ്പിച്ചതാണ്. ജീവിതത്തിൽ നീ തീരുമാനങ്ങൾ എടുക്കുമ്പോ നീ തിടുക്കം കൂട്ടണ്ട. ഒരു മകള് ഇന്നലെ മെസ്സേജ് വിട്ടിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ടാണ്, അച്ഛാ എനിക്ക് ഇപ്പൊ തന്നെ വിവാഹപ്രായം കഴിഞ്ഞു, ഒരു ചെറുക്കൻ വന്നിട്ടുണ്ട്, പക്ഷെ എല്ലാവരും അവനെ കല്യാണം കഴിക്കാൻ പറയുകയാണ്, പക്ഷെ എനിക്കൊരു താല്പര്യവും അവനോട് തോന്നുന്നില്ല. പിന്നെ എന്തിനാ കല്യാണം കഴിക്കാൻ? എനിക്ക് അവനോട് ഒരു താല്പര്യവും
തോന്നുന്നില്ല. ഞാൻ എന്ത് ചെയ്യണോ? പ്രിയപ്പെട്ടവരെ, എല്ലാവരും കൂടെ തിടുക്കം കൂട്ടിച്ചിട്ട് പറയുകയാണ്, നിനക്ക് പ്രായം കൂടി, നിനക്ക് പ്രായം കൂടി, സമ്മതിക്ക്, ഇതിന് സമ്മതിക്ക്, ഇത് നല്ലതാണ്. ഇവൾക്ക് അവനോട് ഒരു താല്പര്യവും തോന്നുന്നില്ല. ഒരു താല്പര്യവും തോന്നാത്ത ആളോട് വിവാഹം നടത്താൻ സമ്മതിക്കേണ്ട കാര്യമുണ്ടോ? ഇതാണ് അച്ഛൻ പറഞ്ഞത്. വചനം പറയാ, നീ തിടുക്കം കൂട്ടണ്ട, നീ ഓടുകയും വേണ്ട, കർത്താവ് നിന്റെ കാവൽക്കാരനാണ്. ഈ ഒരു വചനം മതി പ്രിയപ്പെട്ടവരെ. നമുക്ക് ഒരു ദിവസം, ഒരു 3-4 ദിവസം, അല്ലെങ്കിൽ ഒരു 5-6 ദിവസം മര്യാദക്ക് ജീവിക്കാൻ ഈ ഒരു വചനം. ഹല്ലേലൂയ. നീ തിടുക്കം കൂട്ടണ്ട, നീ ഓടുകയും വേണ്ട, കർത്താവ് നിന്റെ കാവൽക്കാരനാണ്. നദികൾ നിന്നെ മുക്കിക്കളയുകയില്ല, സമുദ്രം നിന്നെ വിഴുങ്ങുകയില്ല, അഗ്നി നിന്നെ ദഹിപ്പിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, യെശയ്യാ 45:3. 45 വീണ്ടും പോവാണ്. 45:3 വായിക്കാം. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. പ്രിയപ്പെട്ടവരെ, അന്ധകാരത്തിലെ നിധികൾ എവിടെയാണുള്ളത്? സ്വർഗത്തിലുണ്ട്, വചനത്തിലുണ്ട്, കൂദാശകളിലുണ്ട്. രഹസ്യ ധനശേഖരമുള്ളത് എവിടെയാണ്? അത് നിത്യതയുടെ ധനശേഖരമാണ്. ഹല്ലേലൂയ. നിനക്ക് നിത്യതയിലേക്ക് പ്രവേശിക്കാൻ നിന്നെ സമ്പന്നയാക്കുന്ന ഒരു ധനം കർത്താവ് തന്റെ കുരിശ് മരണത്തിലൂടെ, പുനരുദ്ധാനത്തിലൂടെ ഒരു രഹസ്യ ധനശേഖരം നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. കൈയടിച്ച് വിളിക്കാം. അപ്പോൾ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചത്, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ, നിനക്ക് വേണ്ടിയുള്ളത് നിനക്ക് തന്നെ കിട്ടും. അത് വേറെ ആരും തട്ടിക്കൊണ്ടു പോവുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് നിനക്ക് ഒരു രഹസ്യ ധനശേഖരം നിനക്ക് തരും. നിഗൂഢ ധനം എന്നാണ് അതിനെ പറയുന്നത്. നിന്റെ കയ്യിൽ അതിരിക്കുന്നത് വേറെ ആരും അറിയുകയില്ല, അല്ലേ? അങ്ങനെയുണ്ട്. നമ്മുടെ കയ്യിൽ കാശുള്ളത് നിഗൂഢ ധനം എന്നാണ് അതിനെ പറയുന്നത്. ഈ നിത്യജീവൻ കർത്താവ് നിന്റെ ഉള്ളിൽ നിനക്ക് വേണ്ടി നിക്ഷേപിച്ചിട്ടുണ്ട്. നിഗൂഢ ധനം എന്ന് പറഞ്ഞ മറ്റൊരർത്ഥം കൂടെ ഉണ്ട്. നീ ഇന്ന് വരെ അറിഞ്ഞിട്ടില്ലാത്തത്, നീ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തത്, നീ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്തത്, നീ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു നിഗൂഢ ധനം കർത്താവ് തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. പൗലോസ് അതിനെ പറയും, കണ്ണ് കണ്ടിട്ടില്ലാത്തത്, കാത് കേട്ടിട്ടില്ലാത്തത്, ചിന്തയ്ക്കതീതമായത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നിനക്ക് വേണ്ടി നഗരം പണിയും. കർത്താവ് നിനക്ക് വേണ്ടി നഗരം പണിയും. നിനക്ക് ജീവൻ തന്നവൻ, ഈ ആകാശം വിരിച്ചവൻ നിനക്ക് വേണ്ടി ഒരു സ്വർഗീയ നഗരം പണിയും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചേ. അതുകൊണ്ട് നീ എനിക്ക് വീടില്ല, എനിക്ക് കേറിക്കിടക്കാൻ സ്ഥലമില്ല, ഞാൻ ഇത് അനാഥയാണ്, ഞാൻ ഇത് വലിച്ചെറിയപ്പെട്ടവനാണ് എന്ന് നീ പറയേണ്ടി വരികയില്ല. കർത്താവ് നിനക്ക് വേണ്ടി ഒരു നഗരം പണിയും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ.
ആർക്കു വേണ്ടിയാണ് കർത്താവ് നഗരം പണിയുന്നത്? കർത്താവിനെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി. വീട്ടിലിരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ കാത്തിരുന്ന് അവിടുത്തെ തിരുസന്നിധിയിലേക്ക് വന്നിരിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് നഗരം പണിയും. പ്രിയപ്പെട്ടവരെ, ഈ ഈസ്റ്ററിന്റെ നമുക്ക് പ്രത്യാശ തരുന്ന ചില വചനങ്ങളാണ് അച്ഛൻ നിങ്ങളോട് പങ്കുവച്ചത്. എഴുന്നേറ്റ് നിൽക്കാം.